7:56. നൈസ്. ഗുഡ് മോർണിംഗ്. നേരം വെളുത്തില്ലേ? 7 മണിയാകുമ്പോൾ നേരം വെളുത്തു. ഗുഡ് മോർണിംഗ് ഗൈസ്. പെണ്ണിന്റെ വീട്ടുകാർ ചെക്കന്റെ വീട് കാണാൻ വരുന്ന ചടങ്ങാണ്. സോ ടുഡേ ഈസ് ദി ഡേ. കുഞ്ഞു ബൈ ദ ബൈസ്, നമ്മൾ ഇതാക്കണ വീടിന്റെ ഗേറ്റ് പെയിന്റ് അടിച്ച്. ഈ പെയിന്റ് അല്ലായിരുന്നു കേട്ടോ, വേറൊരു പെയിന്റ് ആയിരുന്നു. പക്ഷെ അവരടിച്ചപ്പം ഇങ്ങനായി വന്ന് ഗൈസ്. അപ്പം നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇപ്പം പോകുന്നത് എന്താ വെച്ചാൽ അവർ 3 മണിക്ക് വരും. ഇപ്പം തന്നെ ഏകദേശം 8:47 ഗൈസ്. അപ്പം ഞാനിപ്പം പോകുന്ന കുറച്ച് ഇറച്ചിയും ബീഫും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ്. ഇവിടെ കുറെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ ഗൈസ്. അപ്പം ഞാൻ ഒരു 2 കിലോന് ബീഫും അതുപോലെ തന്നെ ഒരു 3-4 കിലോ ചിക്കനും വാങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് കാടാണ് വാങ്ങുന്നത്. അപ്പൊ ഇറച്ചിയും ബീഫും വാങ്ങി. ഇനി കാടക്കോഴി ഉണ്ട്, ചെറിയ കാടക്കോഴി. അത് വാങ്ങണമെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ വരാപ്പുഴ പോകണം. സോ അതുവരെ പോകണം. അത് ഇവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല. ചിലപ്പോൾ അത് വാങ്ങത്തുള്ളൂ കേസ്. ഇല്ലെങ്കിൽ ഞാൻ ഫിഷോ ചെമ്മീനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനോ പ്ലാൻ. നമ്മളിപ്പോൾ കാടക്കോഴി വാങ്ങാൻ ഇതാക്കണം. ഏകദേശം 10 മിനിറ്റ് ട്രാവൽ ചെയ്യണം കേസ്. ഇപ്പോൾ ഇതാക്കണം ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇതാക്കണം ഒരു കുരങ്ങനെ ഇതിന്റെ മുകളിൽ നിൽക്കുന്നു. കൊരങ്ങ എന്താണ് ഇവിടെ ചെയ്ത്? എന്റെ അളിയാ, കല്യാണത്തിൽ ഇത്ര ആത്മാർത്ഥമായിട്ട് വിൻഡോസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടി ഗൈസ്. ഇവൾക്ക് തന്നെ കേട്ടോ. ഇവള് മതില് ചാടാനും പഠിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഗൈസ്. അപ്പൊ ഞാൻ ഇതൊക്കെ നമ്മളെ കുട്ടിയായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ പോലെ ഫുഡ് കട്ടി വീഡിയോ മൊത്തം വീഡിയോയിൽ കേൾക്കുന്നുണ്ട്. അവളെ അനിയത്തിയാണ് വീഡിയോയിലാ. അപ്പൊ അവരെപ്പോഴാ വരിക? എത്ര മണിക്കാ വരിക? എന്തായാലും ഒരു 3-3:30 ആവട്ടെ എത്താൻ. 3 o'clock ആവും എത്താന്. അപ്പൊ ഇവിടെ പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് ഇല്ല. അതാണ് ടാസ്ക്. നമുക്ക് നോക്കാം. നീയും പോരും കൂടെ. എടി ഒന്ന് സംസാരിച്ചിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ടോക്ക് ആൻഡ് ഐ കം ലേറ്റർ. ഡ്യൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ക്ഷീണിച്ചു വരും ഞങ്ങളെ. ഫുള്ള് പണിയല്ലേ? മൈ ഗോഡ്, ഫുൾ പണിയാണ്. അവര് വരുമ്പോ റെഡി ആയിക്കട്ടെ. വൃത്തിയുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഇട്ടാ പോരി. എന്നെ കാണാൻ വരില്ലല്ലോ, എന്നെ കാണാൻ വരുന്നത്. എന്നാലും നീ കാണണ്ടേ? ഓ പിന്നെ ലാസ്റ്റ് പിന്നെ ഞാനാണ് പെണ്ണ് വിചാരിച്ചിട്ട് എന്ത് ആയാലോ. കണ്ട വിട്ടോ റെഡി ആയി. എന്നിട്ട് ഓൾസോ ഗൈസ്, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യില്ലെങ്കിൽ ഫോളോ ചെയ്യട്ടോ. ഇത് ഒരുപാട് കിടക്കാഴ്ച വീഡിയോസൊക്കെ നമ്മളെ എന്താ പറയുക മാരേജ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ കുറേ റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. ഫേസ് റിവീലും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും പോസ്റ്റ്. കാരണം റീലായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു നല്ല വൈബല്ലേ. സോ ഇത് ഞാൻ പോസ്റ്റ് ചെയ്ത കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. എൻ്റെ ആളുടെ കൈതന് യൂട്യൂബിൽ ഇട്ടിരുന്നു. അപ്പം ഇതിലായിരിക്കും ഞാൻ മേ ബി നമ്മളുടെ ഫേസ് റിവീലിംഗ് വീഡിയോ ചെയ്യുക. സോ ഡു ഫോളോ ഗൈസ്. പിന്നെ ഞാൻ അവളുടെ വീട്ടിൽ പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങ് പോയിരുന്നു. സോ അന്ന് പെണ്ണാണെങ്കിലും നമുക്ക് ചായ കൊണ്ടുതരും. അപ്പം ഞാനതിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുക. ഓക്കെ, പെണ്ണിങ്ങനെ ചായ കൊണ്ടുതരും, ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് എന്താ പേര് അങ്ങനത്തെ സാധനം ചുമ്മാ ചോദിച്ചൊന്ന് വെറൈറ്റി ആക്കി വിചാരിച്ചിരുന്നു. പക്ഷെ എൻ്റെ ഇടയിൽ കൂടെ അവളുടെ ബ്രദർ കയറി വന്ന് അവൻ ചായ കൊണ്ടുവന്നു ഗൈസ്. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഒരു സാധനം മിസ്സായിപ്പോയി. പിന്നെ ഇതാക്കണ ഇത് കുറേ ദിവസമായിട്ട് നമ്മൾ കിട്ടിയിട്ട് ഇനി ഇത് കല്യാണത്തിന് കെട്ടാന്ന് വിചാരിച്ചു ഗൈസ്. കാരണം ഇതൊരു പുതിയ വാച്ചല്ല. സോ ഇത് കല്യാണത്തിന് കെട്ടാം. പിന്നെ ഇതിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഈ വാച്ചിന് പിന്നിൽ സ്റ്റോറി ഉണ്ട്. ഈ സ്കള്ളിന്റെ വാച്ച് എനിക്ക് അവൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഓക്കെ, ഞാൻ അൺബോക്സ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഈ സാധനം എനിക്ക് അവൾ ഗിഫ്റ്റ് ചെയ്തത്. ഞങ്ങൾ ഷോപ്പിംഗ് മോളിൽ പോയപ്പോൾ അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ അവളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞത് എടുത്തോളാൻ. സോ അങ്ങനെ ഷീ ബ്രോട്ട് മീ ദിസ് വാച്ച്. സോ ഞാൻ വിചാരിച്ചത് ഇനി കല്യാണത്തിനിടാം ഗൈസ്. അപ്പൊ അതെന്റെ വലിയക്കാക്കാണ്. സോ ഞാൻ എല്ലാവരും കറക്റ്റായിട്ട് പരിചയപ്പെടുത്തിത്തരാം. മൂപ്പർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരും കറക്റ്റ് പരിചയപ്പെടുത്തിത്തരാം. സോ കുഞ്ഞു, യു റെഡി ടു ഗോ? എന്താ അമ്മ വാങ്ങാൻ പോകുന്നത്? ഫ്രൂട്ട്സ്. ഓക്കെ, ചെക്കനെ കാണാൻ വരും. ചെക്കന്റെ വീട് പറ്റി. ചെക്കന്റെ വീടാ. നീ നിന്നെ കാണാനാണോ വരുന്നത് അവര്? അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ നീ യൂള് ഡ്രസ് ഇട്ട് നിക്കാൻ നല്ല ഡ്രസ് താടി മുടിയൊക്കെ ഒന്ന് ശരിയാക്കി. പല്ലയച്ചോ നീ ഇന്ന്? പല്ല് തേക്കൊക്കെ വെറുതെ ഒരു സ്മെല്ല് കാറില്. അപ്പൊ ഇതാക്കണ കുഞ്ഞു അച്ചാറും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. ഞങ്ങൾ ഓൾറെഡി ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ ഫാമിലിയിൽ ഏകദേശം ഒരു 10-12 ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഡ്യൂട്ടി ഉണ്ട്,
അവളാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ തന്നെ കണ്ടില്ല എന്തോരം ഹാർഡ് വർക്കാണ് ഗൈസ്. അപ്പം വീട്ടിലെത്തി കണ്ടില്ല വണ്ടിയെല്ലാം അടുപ്പിച്ചിട്ട്, അതുകൊണ്ട് നമുക്കൊരു വണ്ടി എന്താ ചെയ്യാം ഇവിടെ പാർക്ക് ചെയ്യാം. ഗൈസ് ഒരു പുതിയ ഗസ്റ്റ് ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്, ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് എടാ പോലടാ, ഇങ്ങോട്ട് വേടാ, എടാ ഇങ്ങോട്ട് തിരിയടാ, എടാ അതാ പോടാ, അത് ഓടി 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 ഓടി. ആ ഇതാരാണ്? പേര് പറ, പേര് പറ, പേര് പറയുന്നില്ല, പേര് പറ. ഇത് സർഫാസ്ക, ഇമ്മന്റെ ഇത്താത്തന്റെ മകൻ. ഓക്കെ, ഇത് ഇമ്മന്റെ ഇത്താത്തന്റെ മകന്റെ ഭാര്യ. ഇതാ ഭാര്യന്റെ ഒരേ ഒരു സന്തതി, രണ്ടാമത്തെ സന്തതി. അല്ല ക്യാമറ ഒക്കെ തല്ല, അല്ല ഇത് കുറച്ച് വികൃതി കുട്ടനാണ്. ടാറ്റാ ടാറ്റാ, ക്യാമറ തര കണ്ടില്ലേ? ഹലോ. സമയം ഇപ്പം 1:17 ഗൈസ്. 3 മണിക്ക് അവർ വരും. ചക്കനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ഈ കുമ്പള ഡ്രസ് കുറച്ചുകൂടി ഫില്ല് ചെയ്യാനായിരുന്നു ഗൈസ്. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടിയും റെഡി ആയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും റെഡി. ഇനി ഞാൻ എന്റെ ഫാമിലി ഇതാക്കണം. അവിടെ ഇമ്മന്റെ അമ്മ, അതുപോലെ തന്നെ ഇമ്മന്റെ അമ്മന്റെ താത്ത, കുറെ ആൾക്കാരുടെ അവിടെ പണിയാട്ടോ, ബിരിയാണി കാര്യങ്ങളൊക്കെ വെക്കുന്ന പണി നടന്നു. എല്ലാവരെയും പരിചയപ്പെടുത്തും. ശരി, ഞാനൊന്നും മാറ്റില്ല. ഇപ്പൊ സമയത്ത് നമ്മളെ റിയാസ്കൊക്കെ വരുന്നുണ്ട്. സമയം ഇപ്പൊ ഏകദേശം 2:05 ഗൈസ്. ഓക്കെ, കള്ളം കള്ളം കള്ളം. അപ്പൊ ഞാനും കൂടി ഒന്ന് പോയിട്ട് ഫ്രഷ് ചെയ്ത് തരാം ഗൈസ്. അപ്പൊ ഇതാക്കണ കുട്ടാപ്പിയൊക്കെ കാർട്ടൂൺ കണ്ടിരിക്കുന്നുണ്ട്. ടാറ്റാ. ഇതെന്താ പറയണ്ട, ഷർഫാസ്കാണ്. നമ്മളെ അതെ അതെ. അല്ല ഞാന് സ്ഥലം ഉണ്ടാവില്ല വിചാരിച്ച്. ഞാൻ കണ്ടില്ല, ഞാൻ മോളിലോട്ട് പോയപ്പോ വന്നാ. അപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചു നോക്കാം. സോ റിയാസ്ക്ക് എന്താണ് അഭിപ്രായം, പറയൂ. കല്യാണം കഴിക്കാൻ നല്ല സമയമാണല്ലോ. സമയത്താണല്ലോ കല്യാണം കഴിക്കേണ്ടത്. കറക്റ്റ് ഏജ് ആണ്. അതെ അതെ അതെ, ഏജിൽ തന്നെയാണ് ശരിക്കും കല്യാണം കഴിക്കേണ്ടത്. അതെ 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 അതെ. അപ്പം വളരെ നല്ല അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ നിക്കണം നോക്കണ്ട, ക്യാമറ വന്നോണ്ടൊരു ശരിയായതാണ്. അപ്പൊ നമ്മളെ കുട്ടാപ്പിക്ക, സോറി ഷർഫാസ്ക, ഞാൻ കല്യാണം കഴിക്കണ എന്താ അഭിപ്രായം, പറയൂ പറയൂ. കല്യാണം കഴിച്ച എന്താ എക്സ്പീരിയൻസ് ഉണ്ട്? അവിടെ എക്സ്പീരിയൻസ് ഉണ്ട്, ചോദിക്കാം. കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കല്യാണം എത്ര വർഷമായി? 7 വർഷം. ഇപ്പൊ സുഖസുന്ദരമായിട്ട് പോകുന്നു. ഇപ്പൊ കുഴപ്പമില്ല, അയാളാ സെറ്റാണ്. ഇഷ്ടമല്ല. താങ്ക് യു. ഒരുപാട് ആൾക്കാരുണ്ട്. നിന്നെ കാണാൻ എന്തൊരു ആൾക്കാരെ വന്നേ. ഇത് നമ്മളുടെ ഒരു ഫാനാണ്. ഫാനിന്റെ പേരെന്താ? ആയിഷ. എന്ത്? ഹാഷി. ബാക്കി കാറ്റാണല്ലോ വരുന്നത്. പഠിക്കാണോ? പഠിക്കാണല്ലോ. എവിടെ പഠിക്കണേ? ഫോട്ടോ എടുത്തോ. അപ്പൊ ഇതാണ് പെണ്ണിന്റെ എന്താ പറയാ പേര് ഇക്ബാൽ. സോറി ഗൈസ്, പെട്ടെന്ന് കണ്ടപ്പോ മാറിപ്പോയതാണ്. പിന്നെ ഉമ്മ ജമീല. പിന്നെ അങ്ങോട്ട് പോകൂ, അവിടെയാണ് മാമി. ഗസൽക്ക വന്നില്ലല്ലേ? ഓക്കെ. ഇത് ഫാബിത്ത, ഇത് മാമി. സോ അത്ര ആൾക്കാർ. പിന്നെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, കുറെ മാമന്മാരുണ്ട്. ഈ മാമ നമ്മളെ കൂടെ ഉള്ളതാ. ഓക്കെ, ഫുഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. എല്ലാം സെറ്റ് ചെയ്യാണ്. കൊണ്ടുവച്ചോ. ബിഹൈൻഡ് ദ സീൻസ് ആണിത്. എന്താണ് നടക്കുന്നത്?
ഈ ചേച്ചി ഇതൊക്കെ ഒന്നും മിണ്ടാണ്ട് എന്തോ ചെയ്യുന്നു. ഇവിടെ ഭയങ്കര ചർച്ചയാണ്. സംഭവം കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിട്ടോ. ഇതാണ് എന്റെ മോനെ. ആ നിങ്ങള് കഷ്ടപ്പെട്ടു പോയി. ആണോ? നമ്മളെ വീട് പാർക്കെല്ലാം കണ്ടല്ലേ ഇമ്മന്റെ ഭാഗത്ത് നിൽക്കുമ്പോ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് 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 നിങ്ങളാണ് പാത്രം കഴുകുന്നത്. ഞങ്ങള് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോണ്ട് മധുരം ഐസ്ക്രീം മധുരം ഉണ്ടാവും. അത് ശരി, ഐസ്ക്രീം മധുരം ഉണ്ടാവും. എല്ലാവരും സംസാരിച്ചു വെക്കാം. ഇതിപ്പോ ഇങ്ങനെ കഴിക്കുക. സൂപ്പുണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ. ഉമ്മ എല്ലാം ഉണ്ട്. ഉമ്മ പേടിക്കണ്ട, എല്ലാം ഉണ്ട്. നീ ഒന്നും ചെയ്തില്ലല്ലോ. അല്ലല്ല ഹരിബറായിട്ട് നടക്കണ്ടല്ലോ ഞങ്ങള്. ഇവ മാത്രം ഫുഡ് കഴിച്ചില്ല. ഇവന് നമ്മളുടെ എന്താ പറയാ ബ്രൈഡിന്റെ ബ്രദറാണ് അല്ലേ? കല്യാണപ്പെണ്ണിന്റെ അനിയനാണ്. അതെ അതെ, കല്യാണപ്പെണ്ണിന്റെ അനിയൻ ഇർഫാൻ. ഫ്രീക്കൻ പോയി. രണ്ടാമൂത്തറിയില്ല. അങ്ങനെ എന്താ ചെക്കന്റെ വീട് കാണൽ കഴിഞ്ഞിരിക്കുന്നു. സോ അവരെല്ലാരും പോയി. ടാറ്റ ബൈ ബൈ. അതെ അതെ, ഇവര് ഫുഡ് കഴിക്കാത്തോണ്ട് ഫുഡ് കഴിച്ചിട്ട് വിടുന്ന് പറഞ്ഞിട്ട് ഇവനും അവളെ ബ്രദറിനെയും അമ്മ അവിടെ പിടിച്ചുവെച്ചാൽ. ചെക്കനാ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. നീ കുറച്ചെടുക്ക് പറയണ്ട. ആരോടാ പറഞ്ഞ കല്യാണ ചെക്കൻ? ഇത് കല്യാണ ചെക്കന്റെ അനിയത്തിയാണോ? ഇത് കല്യാണ ചെക്കന്റെ അനിയത്തി. ഇത് അനിയത്തി. ഇത് ഇത്താത്ത. അനിയത്തിന്റെ മോള് സിജി താത്ത. രണ്ട് ടിക്കറ്റ് മുറിക്കാനുണ്ട്. മൂത്തമ്മ എന്റെ ജ്യേഷ്ഠത്തി. ഇതിന്റെ അമ്മാന്റെ മാര് 2 ദിവസമായിട്ടുള്ള വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏട്ടന്റെ മോനെ വികൃതില്ലാത്ത മോനെ. ഇത് ചെറുതാ. പിന്നെ അതാ മുർസിന. ഇതാണ് ഉടമസ്ഥൻ, മുർസിനന്റെ ഉടമസ്ഥൻ. ഇതാണ് അമ്മായി വൈബ്. അതമ്മായിയല്ല, ഇതൊക്കെ അമ്മായി വൈബ് ഗൈസ്. അപ്പൊ ഇനി നാളെ കാണാം. ഓക്കെ, ടാറ്റാ ബൈ ബൈ. ലൈക്ക് ദ വീഡിയോ.